യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് പ്രിയ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ പെരുമ്പടവ് എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഈ പരിപാവനമായ പുണ്യഭൂമിയിൽ നാലാമത് എന്നെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം ഞാൻ 2019 ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ 3 ഉടമ്പടി ഞാൻ പുതുക്കി. 3 ഉടമ്പടിയിലും എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ മാതാവും തിരുക്കുമാരനും അനുവദിച്ചു. 4ാമത്തെ ഉടമ്പടി ജൂലൈ 27-നായിരുന്നു പുതുക്കേണ്ടത്. ആ സമയത്ത് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഉടമ്പടി പുതുക്കാൻ വരട്ടെ, നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പം മാതാവിൻ്റെ അവിടെ പോകുമ്പോൾ അമ്മയുടെ ഉടമ്പടി സാക്ഷ്യമായിട്ട് പോകണമെന്ന് മോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഈ 27-ാം തീയതി ജൂലൈ 27-നായിരുന്നു എനിക്കിവിടെ വന്ന് ഉടമ്പടി 4ാമത്തെ പുതുക്കേണ്ടത്. അന്ന് തന്നെ എനിക്ക് കണ്ണിൻ്റെ ചുറ്റിലൊരു വേദന പെട്ടെന്ന് വന്നു. വേദന വന്നിട്ട് ഞാനിവിടെ തളിപ്പറമ്പ് ലൂർദ് ഹോസ്പിറ്റലിൽ ENT കാണിക്കാൻ പോയി. അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലേൽ 10 ദിവസം കഴിഞ്ഞ് കുത്തിയെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഛർദ്ദിച്ചു. തിരിച്ച് വന്നപ്പം ബസ്സേന്ന് ഒന്ന് ഛർദ്ദിച്ചു. പിന്നെ അത് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ കണ്ണ് ഒരു വശത്തോട്ട് പോയായിരുന്നു, കണ്ണിൻ്റെ പോള മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ടൗണിലെത്തി. ഓട്ടോയ്ക്ക് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേനും എൻ്റെ കംപ്ലീറ്റ് ഓർമ്മ പോയിട്ട് അവർ വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ മുമ്പോട്ട് കയറി ചെല്ലും. വേറൊന്നും എനിക്കൊരു ഓർമ്മയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അവർ പെട്ടെന്ന് അന്ന് തന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, തലച്ചോറിന് എന്തോ പറ്റിയതാണ്, അത് ന്യൂറോയെ കാണണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് മിംസിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, മിംസിലേക്ക് പൊക്കോളുക, ഇതിനവിടെയുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെയാണുള്ളത്. അങ്ങനെ മിംസിലേക്ക് ഞങ്ങളൊരു ലൂർദിൽ നിന്നൊരു 40 കിലോമീറ്റർ മിംസിലേക്ക് പോയി. അപ്പം ഞാൻ ആ പോകുന്ന വഴിക്ക് അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു 40 കിലോമീറ്റർ നിർത്താതെ നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കഴുത്തിൽ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും എൻ്റെ ബാഗിൽ മാതാവിൻ്റെ രൂപവും ഉടമ്പടി തൈലവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനല്ല, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനല്ല അത് ചെല്ലിയത്. 40 കിലോമീറ്റർ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. എനിക്ക് CT സ്കാൻ എടുത്തു, MRI എടുത്തു, നട്ടലിൽ നിന്ന് കുത്തിയെടുത്തു. അന്നേരമാണ് എനിക്കറിയുന്നത് എൻസെഫലൈറ്റീസ് ആണ്, വൈറൽ എൻസെഫലൈറ്റീസ് ആണ്, മസ്തിഷ്ക വീക്കം. അങ്ങനെ 3 ദിവസം ഞാൻ ICUയിൽ ഓർമ്മയില്ലാതെ കിടന്നു, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. അപ്പം ഡോക്ടർ വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി എന്നാ ചെയ്യണ്ടേ, മരുന്നിന് കയറുന്നില്ലല്ലോ എന്ന്. അന്നേരം അമ്മ പറഞ്ഞു, ഡോക്ടറെ അവൾക്ക് വേറെ ആരുമില്ല, അവൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തതാണ്, അവളെ മാതാവ് ഉപേക്ഷിക്കുകയില്ല, ഡോക്ടറുടെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മേനെ ഡോക്ടർ ആശ്വസിപ്പിച്ചു. അങ്ങനെ അമ്മ 3-ാം ദിവസം വൈകുന്നേരം ICUയിൽ വന്നിട്ട് എൻ്റെ തലയിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തന്നു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ എൻ്റെ ശരീരത്തിലേക്ക് മരുന്ന് കയറാൻ തുടങ്ങി. 4ാമത്തെ ദിവസം ഞാൻ കണ്ണ് തുറന്ന് നോക്കുന്നത് പൂർണ്ണ ഓർമ്മയോടുകൂടിയാണ്. 4ാമത്തെ ദിവസം ഞാൻ കണ്ണ് തുറക്കുന്നത്. 4ാമത്തെ ദിവസം വൈകുന്നേരം തന്നെ എന്നെ റൂമിലോട്ട് മാറ്റിയിട്ട് ഡോക്ടർ വന്നു. അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് എന്ത് പറ്റിയെന്ന്. അന്നേരം പറഞ്ഞു, തലച്ചോറിന് പൊതിയുന്ന പാടയുണ്ട്, ആ പാടയ്ക്ക് നീർക്കെട്ടും അണുക്കളും കയറിയെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മാതാവിൻ്റെ ഉടമ്പടി രൂപം എൻ്റെ കൊണ്ട് തന്നു. അന്നേരം ഓർമ്മ ചെറുതായിട്ടിങ്ങനെ നല്ലപോലെ ഇങ്ങനെ വന്നു. പക്ഷെ എന്നാലും ആരുടെ മുഖം മനസ്സിൽ ഓർമ്മയില്ല. പെട്ടെന്ന് കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ മാതാവിൻ്റെ രൂപം കയ്യിലെടുത്ത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്കൊരു പെൺകുഞ്ഞാണുള്ളത്, അവൾക്കാരുമില്ല അമ്മേ, അവളെ ഓർത്ത് എനിക്ക് വേണ്ടി ചെയ്യുന്ന എന്തൊക്കെ ചെക്കപ്പ് ചെയ്താലും അതിലെല്ലാം നോർമൽ റിസൾട്ട് തന്ന് അനുഗ്രഹിക്കണമെന്ന്. എൻ്റെ ചെക്കപ്പുകളെല്ലാം ബാംഗ്ലൂർക്ക് ഇവർ അയച്ചു കൊടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് റിസൾട്ട് വന്നു, അതിലെല്ലാം നോർമൽ. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് MRI ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഈ MRI ചെയ്ത് നോക്കിയാലേ ലോങ് ലൈഫ് മരുന്ന് കഴിക്കണോ വേണ്ടതെന്ന് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ MRI ചെയ്തു. MRI ചെയ്ത് ഞാൻ ചെയ്യാൻ പോയപ്പം
ഉടമ്പടി തൈലം എൻ്റെ തലയിലെ 2 വശത്തും ഞാൻ തേച്ചു. ഉടമ്പടി MRI ചെയ്യാൻ വേണ്ടി പോയി. MRI ചെയ്യാൻ കിടക്കുമ്പോഴും ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. MRI ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ വന്ന് MRI ചെയ്ത് ഡോക്ടർ എന്നോട് ചോദിച്ചു, പ്രിയയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻസെഫലൈറ്റീസ്. അന്നേരം പറഞ്ഞു അതിൻ്റേതായിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പം ഞാൻ എന്നെ നോക്കാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു കുഴപ്പവും ഇല്ലല്ലോ. അന്നേരം എന്നോട് ആ ഡോക്ടർ ചോദിച്ചു, പ്രിയയ്ക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ എണ്ണ തൂത്ത ഡോക്ടറെ പോയി, എനിക്കറിയാം ഒന്നുമില്ലെന്ന്. അന്നേരം ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് മേടിക്കാൻ അന്നേരം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് മേടിക്കാൻ വന്നു. ഡോക്ടർ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ എൻ്റെ ദേഹത്ത് കൊട്ടിയിട്ട് എന്നോട് പറഞ്ഞു, നീ ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാ, നിനക്ക് റിസൾട്ടിൽ യാതൊരു കുഴപ്പമില്ല, നിനക്കിനി ഒരിക്കലും മരുന്ന് കഴിക്കുകയും വേണ്ട. അങ്ങനെ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ സുഖപ്പെടുത്തി. എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നുള്ള റിസൾട്ട് ഞാൻ ഇവിടെ സിസ്റ്ററിൻ്റെ കൊടുത്തു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസറായിരുന്നു. ക്യാൻസർ 2nd സ്റ്റേജ് ആയിരുന്നു. ഞാൻ ഉടമ്പടി തൈലം തേച്ചതിൻ്റെ ഫലമായി അത് 1st സ്റ്റേജിൽ നിന്ന് എയർലി ആയി മാതാവ് കുറച്ചു. അതുപോലെ ഏപ്രിൽ ഇവിടെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഞാൻ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു അത് മാറിക്കുള്ളൂ, അഭിലാഷം മാറിക്കുള്ളൂ, യാതൊരു കുഴപ്പമില്ല. അച്ഛൻ്റെ ആ പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച പുള്ളിയുടെ 4ാമത്തെ ബ്ലഡ് ചെക്കപ്പ് ആയിരുന്നു. ഒന്നിലൊരു കുഴപ്പമില്ലാതെ അമ്മ മാതാവ് ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണ മോചനം എൻ്റെ ജീവിത പങ്കാളിക്ക് തന്നനുഗ്രഹിച്ചു. അതുപോലെ ഈ 4ാമത്തെ ചെക്കപ്പിന് പോകുന്ന സമയത്ത് പുള്ളിയുടെ ഒരു 3 മണിയായപ്പോൾ ഏറ്റവും പുള്ളിയുടെ ദേഹത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ചായിരുന്നു. 4 ഉടമ്പടി പുതുക്കിയിട്ട് ഉടമ്പടി തൈലത്തിൽ എടുക്കുമ്പോൾ എനിക്കൊരു മണവോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷേ പുള്ളിയുടെ ദേഹത്ത് ഈ ഉടമ്പടി തൈലം തേച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ മണത്ത് നോക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും അമ്മേനെയും ഞാനിത് മണപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ മാതാവ് അവനെ സുഖപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം മുല്ലപ്പൂവിൻ്റെ ഒരു മണമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. പിന്നെ അതുപോലെ എനിക്ക് ഈ എൻസെഫലൈറ്റിസ് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്നൊരു വയറിൻ്റെ അകത്തൊരു വേദനയും മൂത്രം പോകുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തുള്ള ലാബിൽ പോയി പരിശോധിച്ചപ്പം മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പം എൻ്റെ കിഡ്നിയിൽ 14 mm 13 mm പിന്നെ ഒത്തിരി കല്ലുകൾ വേറെ ഉണ്ടായിരുന്നു. കിഡ്നി സ്റ്റോൺ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് ഫൈബ്രോഡും ഉണ്ടായിരുന്നു, ചെറിയൊരു ഫൈബ്രോഡ്. അപ്പം ഞാൻ ഡോക്ടറെ കാണാനൊന്നും പോയില്ല. ഏതായാലും ഞാൻ ഇവിടെ വന്നിട്ട് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഏത് ഡോക്ടറെ അടുത്തും പോവാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അച്ഛൻ എനിക്ക് നടുവേ തൂക്കാൻ സൈത്ത് തന്നു. അപ്പം അച്ഛൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങിയപ്പം തൊട്ട് ഭയങ്കര ശക്തമായൊരു വേദന എനിക്ക് വന്നു. എനിക്ക് യൂറിൻ പോകുന്നിടത്ത് ഭയങ്കര ഒരു വേദന വന്നു. എന്നിട്ട് എത്ര വെള്ളം കുടിച്ചിട്ട് ഈ വേദന മാറുന്നില്ല. ഞാൻ എന്നിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പം അവിടെ മൂത്രപ്പുര ഇടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് യൂറിൻ ഒഴിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതോടെ ഈ വേദന നിൽക്കണം, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഈ വേദന തരല്ലേന്ന് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ യൂറിൻ ഒഴിച്ചു. ആ നിമിഷം എൻ്റെ ബ്ലാഡറിൽ ഉണ്ടായിരുന്ന ആ 14 mm 13 mm ഉള്ള കല്ല് തെറിച്ചു പോയി. അതിനുശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇന്നപോലെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ സ്കാനിങ്ങിൽ എങ്ങനെയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അപ്പോൾ എൻ്റെ സ്കാനിങ് റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രിയേ ഇത് കല്ല് താഴെ എത്തിയെന്ന് പറഞ്ഞു, അതും വലിയ കല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വേദനയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്നാ മോളെ ആ കല്ല് പൂർണ്ണമായിട്ടും തെറിച്ചു പോയി, മാതാവ് നിന്നെ സുഖപ്പെടുത്തിയതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യെ കെട്ടിത്തന്നു. അത് അന്നേരം അവൾക്ക്
ഞാൻ നോക്കുമ്പോൾ ഇവൾ കാശ് രൂപ എടുത്തു തരുന്നുണ്ട്. എടുത്തു തന്നിട്ട് ഒരു തോർത്തിൻ്റെ നൂലും വലിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്നാത്തിനാ മോളെന്ന് ചോദിച്ചിട്ടും പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അപ്പായിക്കും അന്ന പോലത്തെ മുഴയൊന്നുമല്ല, അമ്മ ഇത് ധൈര്യമായിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശ് രൂപ എനിക്ക് കെട്ടിത്തന്നു. തിരിച്ച് ഞാൻ അതുപോലെ ഇവൾക്ക് കെട്ടിക്കൊടുത്തു. പിന്നെ അത്രയും വലിയൊരു സാക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലൊരു കൊച്ചിന് 3 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. ആ കൊച്ചിന് ഓവറിയിൽ മുഴയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പേപ്പർ ഞാൻ ആ വീട്ടിൽ കൊടുക്കാൻ ചെന്നപ്പം ഉടമ്പടി തൈലം കൊണ്ട് ആ വീട്ടിൽ ചെന്നത്. അപ്പോൾ ചേച്ചി എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു, മോളെ എൻ്റെ കൊച്ചിന് ഓവറിയിൽ മുഴയായിട്ട് അവർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, ഞാനും ചേച്ചി ഒത്തിരി കാര്യം, ചേച്ചി പേടിക്കണ്ട, ചേച്ചി മാതാവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈല ചേച്ചിയുടെ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നില്ല. പിന്നെ 1.5 മാസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അന്നേരം 1.5 മാസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഓർത്തത്. പുള്ളിയുടെയും ഈ ക്യാൻസറിൻ്റെ 1.5 മാസം കഴിഞ്ഞാൽ വന്നേ. അന്നേരം ഞാനിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ഒരു പെൺകുഞ്ഞുണ്ട്, ആ ചേച്ചിക്കും ആകെ ഒരു പെൺകുഞ്ഞാണ് ഉള്ളത്, ഞാൻ കൃപാസനത്തിൽ വന്ന് ആ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തിക്കോളാം. 1.5 മാസം കഴിഞ്ഞ് മാതാവേ വരുന്ന റിസൾട്ടിൽ ആ യാതൊരു കുഴപ്പമില്ലെന്നുള്ള സാക്ഷ്യം എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ഡിസംബർ 21-ാം തീയതി പള്ളി കഴിഞ്ഞ ചേച്ചി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ കൊച്ചിൻ്റെ റിസൾട്ട് വന്നു, റിസൾട്ടിൽ യാതൊരു കുഴപ്പവും, മാതാവ് സുഖപ്പെടുത്തി എന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുക്കുമാരനും, ഞാൻ 4 ഉടമ്പടി പുതുക്കി, 4 ഉടമ്പടിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.